നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗർഭാവസ്ഥയിലെ സങ്കീർണതകൾ എന്ന വിഷയമാണ്. നമുക്ക് ഗർഭാവസ്ഥയിലെ സങ്കീർണതകൾ എന്ന ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരാനായി അതിഥിയായിട്ടുള്ളത് ഡോക്ടർ SY ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, അരുമനയും ഉള്ളൂരുമായിട്ടാണ് ബ്രാഞ്ചസ്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് ഡോക്ടർ. നമുക്ക് ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് എല്ലാ ഗർഭാവസ്ഥയും സങ്കീർണതയുള്ളതാണോ അല്ലയോ എന്നൊക്കെ തീർച്ചയായിട്ടും സംശയം കാണും. എനിക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഡോക്ടറോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അതിനു മുമ്പ് ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം, നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറോട് നേരിട്ട് ഗർഭാവസ്ഥയിലെ സങ്കീർണതകൾ എന്ന ഇന്നത്തെ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇനി വേഗം ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ, നമ്മുടെ ആദ്യത്തെ ചോദ്യം, എല്ലാ ഗർഭാവസ്ഥയും സങ്കീർണത അല്ലെങ്കിൽ എല്ലാ പ്രഗ്നൻസിയും സങ്കീർണത നിറഞ്ഞതാണോ എന്നുള്ളതാണ്. ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലൊരു പ്രധാന ഒരവസ്ഥ തന്നെയാണ്. അതുമാത്രമല്ല, ഗർഭകാലത്ത് നമ്മൾ 2 ലൈഫാണ്. നമ്മൾ വേറെ ഒരു മെഡിസിനിലെ ഒരു സ്പെഷ്യാലിറ്റിയും ഹാൻഡിൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരിതാണ്. ഡോക്ടർമാർക്ക് തന്നെ ഒരു ചലഞ്ച് തന്നെയാണ്. 2 ലൈഫിനെ നോക്കിയേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗർഭകാലം ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും എപ്പോഴും അത് പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി, റിസ്ക് കൂടിയ പ്രഗ്നൻസി ഉണ്ട്, ലോ റിസ്ക് പ്രഗ്നൻസി ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ റിസ്ക് നേരത്തെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വളരെ നോർമലായ നമുക്കറിയാം ഗർഭം ഒരു രോഗമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്തെങ്കിലും രോഗങ്ങളുള്ള ഒരാൾ ഗർഭിണിയായാൽ, ഇപ്പം നേരത്തെ അസുഖമുള്ള ആൾക്കാർ ഗർഭിണിയായാൽ അത് സങ്കീർണമാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഒരു സങ്കീർണത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നേരത്തെ. ഇന്ന പ്രശ്നങ്ങളുള്ള ഒരാളാണ്, ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരാണ്, മാനസികമായ പ്രശ്നങ്ങളുള്ളതാണ്, ഓൾറെഡി തന്നെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കുറച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവരൊരു റിസ്ക് കൂടിയ ആളാണ്, അവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം. എന്നാലും ഒന്നും ഇല്ലാതെ തന്നെ നല്ല നോർമലായ ഒരു 20-30 ഇടയ്ക്കുള്ള ഒരു പ്രായമാണ് ഗർഭത്തിന് ഏറ്റവും നല്ല പ്രായമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു സ്ത്രീ, നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗർഭം ഒരു സങ്കീർണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഗർഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോ റിസ്ക് അല്ലെങ്കിൽ സങ്കീർണത ഇല്ലാത്ത ഗർഭം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സങ്കീർണമാവാം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമുക്കറിയാം മെറ്റേണൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണങ്ങളുടെ നിരക്ക് കുറയ്ക്കാനായിട്ടുള്ള വളരെ എഫേർട്സ് ഇന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്, നമ്മൾ ആശുപത്രികൾ കൂടുതൽ സജ്ജമാക്കുന്നുണ്ട്, ഡോക്ടർമാർക്ക് തന്നെ ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളെല്ലാം വീട്ടിൽ പ്രസവിച്ചതല്ല, എന്നാൽ വീട്ടിൽ പ്രസവിച്ചാൽ എന്ത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് വളരെ തെറ്റായ ഒരു പ്രവണതയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഗർഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനും മദറിൻ്റെ ജീവന് തന്നെ അപകടം വരാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പം അതിനാണ് നമ്മൾ ഈ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ നമ്മൾ ഗർഭകാല പരിചരണം വളരെ നല്ലതായിട്ട് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഗർഭകാല പരിചരണം നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് തന്നെ ഒരു പ്രതിവിധി സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പരിചരണവും ഇല്ലാതെ സ്വന്തമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ അത് പ്രശ്നമില്ലാതെ പോവില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അതെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. അപ്പോൾ അതുപോലെ പോയിട്ട് അവസാനം വീട്ടിൽ ഒരു പ്രസവത്തിനൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തി അമിത രക്തസ്രാവമോ BP കൂടുകയോ അങ്ങനെയുള്ള വലിയ ഇഷ്യൂസായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ജീവൻ്റെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോം ഡെലിവറി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയില്ല. പ്രത്യേകിച്ചും സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിലെല്ലാവരും അറിവുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനെന്നൊരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നേ ഇല്ല. എല്ലാ ഡെലിവറിയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി ആക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് നമുക്കപ്പം
വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നുള്ള തീരുമാനം വളരെ തെറ്റായ ഒന്നാണ്. ആരെങ്കിലും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതൊരിക്കലും നമ്മുടെ ഒരു ആരോഗ്യ കേരളത്തിന് പറ്റിയതല്ല. ഡോക്ടർ, ഇത്രയും നമ്മുടെ ലിറ്ററസി ഒക്കെ പറയുമ്പോഴും ഇടയ്ക്ക് 1-2 കേസ് സമാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, ചില ആചാരങ്ങൾ, അത് ആർക്കും അത് നമുക്ക് 100% അതിനോട് യോജിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ സാക്ഷരത കൂടിയെന്ന് പറഞ്ഞാൽ ഈ നിലകളിലുള്ള നമ്മുടെ ഉന്നമനം കുറവായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ട്രെൻഡാണ് പല സ്ഥലങ്ങളിലും. ചില ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്, വീട്ടിൽ പ്രസവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഉപദേശിച്ച് വീട്ടിലെ പ്രസവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ജീവൻ കൊണ്ടുപോയി അപകടത്തിൽ വെച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു ശരിക്കും ഒരു ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരാളിൻ്റെ ഓടിക്കുന്ന ഒരു വണ്ടിയിൽ കയറിയാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അപ്പം അതേ അവസ്ഥയാണ് ഇവരും കാണിക്കുന്നത്. അത് നമ്മൾ സമൂഹം അത് മനസ്സിലാക്കുക തന്നെ വേണം. യെസ് ഡോക്ടർ, നമുക്ക് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്? താങ്ക് യു. എൻ്റെ പേര് മഹാലക്ഷ്മി എന്നാണ്. മഹാലക്ഷ്മി എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളാണ്. ഡോക്ടർ SY ലീലാമണി യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഉണ്ട്, സംസാരിക്കാം. ഞാനിപ്പോ ലൈവ് കണ്ടിരുന്നു. അപ്പോ മാഡം, എനിക്കിപ്പോ 39 ഏജ് ഉണ്ട്. എനിക്ക് ലേറ്റ് പ്രഗ്നൻസി ആയിരുന്നു. ഫസ്റ്റ് ബേബി എനിക്കൊരു 33-34 ഒക്കെ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു എന്റെ ഫസ്റ്റ് ഞാൻ കൺസീവ് ആയത്. അപ്പൊ ഇപ്പൊ 39 ആയി. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഒരു കുട്ടീനെ കൂടി നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം വേറെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഡോക്ടേഴ്സ് വേറെ പ്രോബ്ലം ഒന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സിസേറിയൻ ആണ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ 39 ഏജില് ഒരു പ്രഗ്നൻസിയും കൂടി എടുക്കുമ്പം എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ? അതിന് എന്തെങ്കിലും നമുക്ക് ഓവർകം ചെയ്യാൻ എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക? അതിൽ ഒരു കാര്യം, നമുക്ക് ഏജ് കൂടുമ്പോൾ എപ്പോഴും പ്രഗ്നൻസിയിലെ റിസ്ക് മദറിനും ബേബിക്കും കൂടുതലാണ്. മദറിനും ബേബി, പിന്നെ ഇയാൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് BP ഷുഗറൊക്കെ കുറച്ചും കൂടെ യങ് ഏജിൽ തന്നെ വന്നതുകൊണ്ട് ഈ പ്രഗ്നൻസിയിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ വൈകല്യ സാധ്യത. പക്ഷേ ഇതെല്ലാം ഓർക്കുമ്പോഴും നമ്മുടെ ആവശ്യം എന്താണ്? നമുക്കൊരു കുഞ്ഞും കൂടെ വേണമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മെഡിസിൻ്റെ മെഡിക്കൽ സയൻസിൻ്റെ ഇതിൽ നമുക്ക് ഏത് ഏജിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻഫെർട്ടിലിറ്റിയൊക്കെ ട്രീറ്റ് ചെയ്ത് IVF ഒക്കെ ചെയ്യാൻ തന്നെ 49 വയസ്സ് വരെ പെർമിഷൻ ഗവൺമെൻറ് തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് നമുക്കുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അപ്പം 39 ഇയേഴ്സിൽ ഇപ്പോൾ ഇയാൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം സാധിക്കണമെങ്കിൽ ആ റിസ്ക് നമ്മൾ കുറച്ച് എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആ റിസ്കിൽ നമുക്ക് സേഫായിട്ട് പോകാനായിട്ട് നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ധാരാളം അതിനുള്ള ടെസ്റ്റുകളും ബാക്കി കുറച്ചും കൂടെ ഒരു ശ്രദ്ധ ഗർഭത്തിൽ വേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കുട്ടിയെ കിട്ടാനുള്ള നല്ലൊരു സാധ്യത തന്നെയുണ്ട്. അപ്പോൾ കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഇപ്പം തന്നെ ട്രൈ ചെയ്യുക, ഇനി ലേറ്റ് ആക്കാതിരിക്കും. അല്ല മാഡം, ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? നമ്മളിപ്പം ഈ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വേണം അതെന്ന് പറഞ്ഞാൽ ഇയാൾ നേരത്തെ ഡയബറ്റീസ് BP ഒക്കെ ഉള്ള ആളായതുകൊണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എല്ലാം നോർമലാണോ എന്നുള്ള ചെക്കപ്പൊക്കെ ചെയ്യണം. നേരത്തെ തന്നെ പ്രീ കൺസെപ്ഷൻ, നമ്മൾ ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഫോളിക് ആസിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കാം. ഒരുപാട് വെയിറ്റ് ഉള്ള ആളാണോ? വെയിറ്റ് കൂടിയ ആളാണോ? വെയിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറച്ചിട്ട് ഗർഭിണിയാകുക. അപ്പോൾ ഇങ്ങനെ ഡയബറ്റീസ് BP ഒക്കെ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു 2-3 മാസം ഫോളിക് ആസിഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഗർഭിണിയായി കഴിഞ്ഞാൽ സങ്കീർണത വരില്ല എന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ വന്നാൽ നമുക്കത് നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ട്രീറ്റ് ചെയ്ത് ഇയാൾക്കും സേഫായിട്ട് നല്ലൊരു കുഞ്ഞിനെയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ 3 മാസത്തിനകത്ത് തന്നെ എന്തെങ്കിലും കുഞ്ഞിന് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾക്ക് ഉണ്ട് ഇപ്പം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 100% ഇപ്പം നമ്മൾ പറയും സ്കാനിങ് ചെയ്താൽ എല്ലാം അറിയാമെന്ന്. സ്കാനിങ് പരിശോധന ഒരിക്കലും 100% അല്ല. അതുപോലെ തന്നെ നമുക്കുള്ള ടെസ്റ്റുകളിലെല്ലാം എല്ലാത്തിനും 100% എന്ന് പറയാം. ഓരോ ടെസ്റ്റുകളും ഓരോ പ്രത്യേക കാര്യത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ചിലപ്പോൾ ആ ടെസ്റ്റ് 100% ആയിരിക്കും. പക്ഷേ ഗർഭം 100% കറക്റ്റായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു കുഴപ്പവും വരില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾക്ക് എല്ലാ ടെസ്റ്റുകൾ ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി പോകാനേ പറ്റുള്ളൂ. ഒരു നല്ലൊരു സാധ്യത നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ ഇയാൾക്കുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുന്നെങ്കിൽ ഇനിയും വെച്ച് ലേറ്റാക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഓക്കെ മാഡം, ഓക്കെ, വലിയ ഉപകാരം മാഡം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ ഗർഭം എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമാണെന്ന് ഡോക്ടർ പറഞ്ഞു, എല്ലാവർക്കും തന്നെ. പക്ഷെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആർക്കൊക്കെയാണ് ഗർഭം കൂടുതൽ സങ്കീർണമാകുന്നത്? ആദ്യമായിട്ട് നമ്മുടെ ഏജ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭകാലം ഏറ്റവും നല്ല ഗർഭിണിയാകാനുള്ള സമയം എന്ന് പറയുന്നത് 20 to 30 ഇയേഴ്സാണ്. അപ്പോൾ ആ ഏജിൽ നമ്മൾ കണക്കുകളനുസരിച്ച് സങ്കീർണതകൾ കുറവാണ്. പിന്നെയുള്ള ടീനേജ് പ്രഗ്നൻസി, നമ്മൾ 20ക്ക് താഴെ ടീനേജിലുള്ള പ്രഗ്നൻസി എപ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഏജ് ഓഫ് മാരേജ് 18 ആണ്. അപ്പോൾ അത് ഉടനെ കയറി പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഒരു 20 ക്രോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ടീനേജിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവാതിരിക്കും. പിന്നെ ഈ 30 ഇയേഴ്സ് കഴിഞ്ഞുള്ള പ്രഗ്നൻസി, അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞതുപോലെ അവർക്ക് ഡയബറ്റീസ്, പ്രഷർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരാൻ സാധ്യതയാണ്. പിന്നെ ആ ഗർഭകാലത്തെ പിന്നെ കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഏജ് കൂടുമ്പം അതിനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും വരുമെന്നല്ല ഞാൻ പറയുന്നത്, സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നുള്ളത് നേരത്തെ അസുഖങ്ങളുള്ള ആൾക്കാർ, നേരത്തെ തന്നെ വളർച്ചാ രോഗമുള്ളവർ, ഇപ്പോൾ ഹാർട്ടിന് അസുഖമുള്ളവർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, നേരത്തെ തന്നെ ഡയബറ്റീസ് ഉള്ളവർ, നമ്മൾ ജുവനൈൽ ഡയബറ്റിക് എന്ന് പറയും, ചെറുപ്രായത്തിൽ തന്നെ ഡയബറ്റീസ് ഉള്ളവർ, പിന്നെ നമ്മൾ ചുഴലി പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി സ്ഥിരമായിട്ട് മരുന്ന് ആവശ്യമുള്ളവർ. അപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണല്ലോ അമ്മ ഗർഭിണിയാകുന്നത്. അപ്പോൾ ഗർഭിണിയാകുമ്പോൾ അത് കുഞ്ഞിനെയും ആ മരുന്നിൻ്റെ ഇഫക്ട്സ് കുഞ്ഞിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഹൈ റിസ്ക് ആവുന്നത്. പിന്നെ ആദ്യം ഒരു പ്രഗ്നൻസിയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയുന്ന ഇവരെയൊക്കെ നമുക്കൊരു ഗുണമുള്ളത് നമുക്ക് ഇവരെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മരുന്നുകളുടെ അലർജി, അതിപ്പം വളരെ കൂടുതലാണ്, പണ്ട് നമ്മൾ കാണുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ട്. ഇപ്പോൾ ഒരു കോവിഡിന് അതിനൊരു ഇഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്, പക്ഷേ അതൊന്നും പ്രൂവ്ഡല്ല ഒരു അലർജിക് സാധനങ്ങൾക്ക്. അപ്പം മെഡിസിൻസിനൊക്കെ അലർജി വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഇപ്പോൾ നമുക്ക് നേരത്തെ തൈറോയിഡിൻ്റെ അസുഖം ഞാൻ പറഞ്ഞു. അപ്പോൾ തൈറോയിഡ് ഇതൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റാക്കി ട്രീറ്റ് ചെയ്ത് നിയന്ത്രിച്ചിട്ടാണ് ഗർഭമെങ്കിൽ, അല്ലെങ്കിൽ ഗർഭകാലത്തും അത് അതുപോലെ തന്നെ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം മാനസികാരോഗ്യമാണ്. എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യ നില കുറഞ്ഞു വരുന്നുണ്ട്. അത് ഗർഭിണിക്ക് മാത്രമല്ല, എല്ലാ ഏജിലും. പണ്ടൊരു വീട്ടിൽ ഗർഭിണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ടെൻഷനൊന്നുമില്ല, സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഇന്നങ്ങനെയല്ല, ഭർത്താവിന് ടെൻഷൻ, അമ്മയ്ക്ക് ടെൻഷൻ, അതും കൂടുതൽ ഗർഭിണിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ ആദ്യം ടെൻഷൻ അടിക്കും. ആർക്കെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കും അത് വരുമെന്നുള്ള ഉത്കണ്ഠ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാനസികാരോഗ്യം വളരെ കുറവാണ്. ഗർഭകാലത്ത് മനസ്സിന് സന്തോഷമായിരിക്കണമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇന്നത്തെ ഗർഭിണികൾക്കത് ഒരു കാര്യം അവരുടെ ഇപ്പം നമ്മുടെ ഫെസിലിറ്റീസാണ്, സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ വന്നപ്പം അതിനകത്തെല്ലാം പോയി ഓരോന്ന് കണ്ടുപിടിക്കും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ ആയിരിക്കില്ല, പക്ഷെ അതോർത്ത് ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതായി അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി. നമ്മുടെ സമൂഹത്തിലെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് ഒബീസിറ്റിയാണ്. മാനസികാരോഗ്യ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ വെയ്റ്റ്. പണ്ടത്തെ ഒരു കുട്ടികളുടെ വെയിറ്റ് അല്ല ഇന്ന്. പണ്ട് പ്രഗ്നൻസിയിൽ നമ്മൾ ഒരിക്കലും ഒരു 80-90 കൂടുതൽ വെയിറ്റുള്ള ആളുകളെ ഒന്നും കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം 100+ ഉള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ ഒബീസിറ്റിയിലാണ്, നമുക്ക് അതിന് ശേഷം ഈ ഒരു കോളർ വെയിറ്റ് ചെയ്യാൻ ശേഷം വീണ്ടും അതിലേക്ക് തന്നെ വരാം. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? രേവതി. എവിടുന്ന് വിളിക്കുന്നു രേവതി? ഞാൻ തിരുവനന്തപുരത്ത്. ഓക്കെ, ഗർഭാവസ്ഥയിലെ സങ്കീർണതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലീലാമണിയുണ്ട്, സംസാരിച്ചോളൂ. പറയും. ഹലോ ഡോക്ടർ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് വിളിച്ചത്. അവൾക്ക് ഇപ്പൊ 5 മാസമായി. അവൾക്ക് ഈ ഷുഗറിന്റെ ലെവല് കൂടിയും കുറഞ്ഞും അങ്ങനെ ആദ്യമേ ഉണ്ട്, പ്രഗ്നൻസി സമയത്തെ ഉണ്ട്, ഇപ്പം കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അവള് ഭയങ്കര ഒരു ടെൻഷനിലാണ്. അപ്പൊ ഇൻസുലിൻ എടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കോ? ഗർഭകാലത്തിന് മുമ്പേ ഉണ്ടോ ഷുഗർ? ഇല്ല, ഇപ്പോഴും പ്രഗ്നൻസി ആയ ശേഷം. ഇതിനകത്ത് ഷുഗർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതൊരു നല്ല കാര്യമാണ്.
പിന്നെ ഗർഭകാലത്ത് ഷുഗർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാം, പ്രസവിച്ച് കഴിയുമ്പോൾ ബേബിക്ക് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇൻസുലിൻ എടുക്കുന്നതിനെ പറ്റി ഇത്രയും വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇൻസുലിൻ എന്ന് പറയുന്നത് സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നേ അല്ല. നമ്മൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് കുറവുകൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത്. ഇപ്പോൾ ഇൻസുലിൻ എന്നിപ്പോൾ ഗർഭകാലം എന്ന് പറയുന്ന ഒരു വലിയ നീണ്ട സമയമൊന്നും അല്ലല്ലോ. ഇപ്പോൾ 5 മാസമായെങ്കിൽ ഇനി ഒരു 4 മാസത്തെ കാര്യം കൂടെ ഉള്ളൂ. 9 മാസമല്ലേ ഉള്ളൂ ആകപ്പാടെ. അപ്പോൾ അതിന് നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇൻസുലിൻ എടുത്തു എന്ന് പറഞ്ഞൊരു കുഴപ്പമുള്ളതല്ല. ഇൻസുലിൻ ഇപ്പം വളരെ സേഫായിട്ട് എടുക്കാവുന്നതിൻ്റെ പെന്നുകളും ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇൻസുലിൻ എടുക്കാൻ. പലരും അത് നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ 3 വട്ടോ 4 വട്ടോ പോയി ഇഞ്ചക്ഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. സെൽഫായിട്ട് നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് അത് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്ററൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും അതൊക്കെ അവൈലബിളാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇൻസുലിൻ എടുക്കുന്നതിനെ പറ്റി വറി ചെയ്യരുത്. ഇൻസുലിൻ ആവശ്യമെന്ന് ഡോക്ടർ പറഞ്ഞാൽ എടുക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളാണ്. ഈ ഇൻസുലിൻ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് അമിതമായിട്ട് വളരുകയും അമിതമായിട്ട് വെയിറ്റ് കൂടുകയും കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുകയും കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കൂടുകയും പ്രസവ സമയത്ത് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുക, പ്രസവിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഡോക്ടറെ നിർദ്ദേശിച്ച് അത് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇൻസുലിൻ എടുക്കാൻ പേടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ള ഒരു ഡ്രഗൊന്നും അല്ല. അതിന് വേണ്ടി ടെൻഷൻ അടിക്കുകയോ വേണ്ട. കണ്ടുപിടിച്ചല്ലോ. ആദ്യം നമ്മളൊരിക്കലും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യില്ല. ആദ്യം ആഹാരത്തിലെ നിയന്ത്രണം തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ വായിൽ കൂടെ കഴിക്കാവുന്ന മരുന്നുകൾ തന്നെയാണ്. ഇതിലൊന്നും നിയന്ത്രണമായില്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരും. പക്ഷേ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. ആദ്യം നിങ്ങൾ ഡയറ്റ് നോക്കൂ. പിന്നെ അത് പറ്റുന്നില്ലെങ്കിൽ ഡോക്ടർ മരുന്ന് തരും. അതും പറ്റിയില്ലെങ്കിൽ ഇൻസുലിൻ വേണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അതെടുക്കുക തന്നെ വേണം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒബീസിറ്റിയെ കുറിച്ചാണ്. അപ്പം കംപ്ലീറ്റ് ചെയ്യാനോ? ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതനുസരിച്ച് അപ്പോൾ അതിനകത്ത് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് വലിയ വെയിറ്റ് ഉള്ളവർ ഒരു വെയിറ്റ് കുറച്ചിട്ട് വേണം പ്രഗ്നൻ്റ് ആവാനെന്നുള്ളത്. പ്രഗ്നൻസിയിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും 10-15 കിലോ കൂടും. നോർമലി അത്ര ഒരു വെയിറ്റ് ഗെയിൻ വരുന്നതാണ്. അപ്പോൾ ഒബീസിറ്റി ഉള്ളവർക്ക് അതിലും കൂടുതൽ കാണും. ഡോക്ടർ, ഇപ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് വേണമല്ലോ? വേണം. അത് എത്ര കിലോയാണ്? അതാണ് പറഞ്ഞത് 10 to 15 kg ആണ്. ഒരു 15 എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണ്. 40 കിലോയിലൊക്കെ താഴെ ഉള്ളവർക്കാണ്. ശരിക്കും 90+ വെയിറ്റ് ഉള്ളവർക്ക് ഒരു 5 കിലോ കൂടിയാൽ മതി. എന്തായാലും വെയിറ്റ് ഗെയിൻ വരും. പക്ഷെ കണ്ടുവരുന്നത് അങ്ങനൊന്നുമല്ല. 5-10 അല്ല, 20-25 കിലോയാണ് ഓരോരുത്തർ കൂടുന്നത്. അതിനകത്ത് നമ്മൾ ഡയറ്റ് കൺട്രോളാണ് പറയുന്നത്. പ്രഗ്നൻസിയിലെ ഈ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. കൂടുതൽ നമുക്ക് ഡിമാൻഡുണ്ട്, കൂടുതൽ വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് എല്ലാവർക്കും ഒരു ഇതാണ് ഗർഭകാല റെസ്റ്റ് എടുക്കണമെന്നുള്ളത്. കുറച്ച് റെസ്റ്റ് ആവശ്യം തന്നെയാണ്. സാധാരണയേക്കാളും കൂടുതൽ റെസ്റ്റ് വേണം, കൂടുതൽ ഉറക്കം വേണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു 90 കിലോ ഉള്ള ഒരാൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5-10 കിലോ കുറച്ചിട്ടാണെങ്കിൽ അവർക്ക് ഗർഭകാലം കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ഒബീസിറ്റിയിലാണ് നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാണുന്നത്. അവരെയാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് ടാക്കിൾ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് കണ്ടിരിക്കും. ഒബീസ് ആകുമ്പോഴേക്കും അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ഒരു പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും വെയിറ്റ് അങ്ങ് കുറച്ചിട്ട് ഗർഭിണിയാവാൻ പറ്റുമെന്നില്ല. എൻ്റെ ഇടയിൽ ഇപ്പോൾ വെയിറ്റോടെ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ഗർഭം കളയാനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു വെയിറ്റ് നിയന്ത്രിച്ചിട്ട് ഗർഭം ആവുന്നതാണ് നല്ലത്. ഡോക്ടർ, ഈ ഒബീസിറ്റി അടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ മറ്റ് സങ്കീർണതകൾ എന്തൊക്കെയാണ് വരാൻ സാധ്യത? ഗർഭകാലത്ത് മെയിൻലി നമ്മൾ കണ്ടുവരുന്ന സങ്കീർണതകളിൽ പ്രധാനമായിട്ടുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ ഡയബറ്റീസ്, പ്രഷർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ഈ ഒബീസിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ BP അപ്പാറ്റസ് വെച്ച് അവരുടെ BP നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും BP ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാതെ പോകും. ഒരു സാധാരണ BP അപ്പാറ്റസ് വെച്ചാണ് നോക്കുന്നതെങ്കിൽ BP വന്നു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പിന്നുള്ളതൊന്നാണ് അണുബാധ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക് നോക്കിയാൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഹെമറേജ് തന്നെയാണ്. ഗർഭകാലത്തുണ്ടാകുന്ന ബ്ലീഡിങ്, ഗർഭിണി ആയിരിക്കുമ്പോഴും ബ്ലീഡിങ് ഉണ്ടാവാം, പ്രസവം കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അത് ഒരു
വലിയ കാരണം തന്നെയാണ് മരണത്തിനുള്ളത്. പിന്നെ ഉള്ളത് BP-യുടെ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കണ്ടുവരുന്നതാണ് ഈ അണുബാധ, സെപ്സിസ്. നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഗർഭിണികളിപ്പം പണ്ടൊക്കെ ഗർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ കഴിയുക, വീട്ടിലെ അന്തരീക്ഷത്തിൽ. ഇപ്പം അങ്ങനെയല്ല. ഗർഭിണികളും ധാരാളം ട്രാവൽ ചെയ്യാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. ഗർഭിണികൾക്ക് കോവിഡ് വന്നിട്ടാണ് കൂടുതൽ ഡെത്ത് ആ സമയത്ത് ഉണ്ടായത്, മാതൃമരണങ്ങൾ ആ സമയത്ത് ഉണ്ടായത്. ഇപ്പം നമ്മൾ കേട്ടല്ലോ നമ്മുടെ HMV വൈറസ് അല്ലേ. അപ്പം അതിനകത്തും ഇപ്പം ഈ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ, ഈ നമ്മുടെ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ HNN, അതിനകത്ത് ന്യൂമോണിയ ഗർഭകാലത്ത് വരുന്ന ഏത് അണുബാധയും, കാരണം ഗർഭകാലം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അണുബാധ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് പ്രതിരോധശേഷി കുറഞ്ഞ സമയമാണ് ഗർഭകാലം. അപ്പം നമുക്കത് അണുബാധ വരാൻ സാധ്യത കൂടെ. അപ്പം അണുബാധ വന്നു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും ബാധിക്കും, രണ്ടുപേരെയും ബാധിക്കും. പിന്നുള്ളത് അത് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രയാസം. രണ്ടുപേരുടെയും ഒരു ലൈഫിനെ നോക്കി ഒരു ബാലൻസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മരുന്നുകളും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ വൈറസ് ഇൻഫെക്ഷനൊന്നും പലതിനും ഗർഭകാലത്തല്ല, അല്ലെങ്കിലും മരുന്നില്ല. ഇത് സെൽഫായിട്ടാണ് ലിമിറ്റ്, അല്ലെങ്കിൽ സെൽഫായിട്ടാണ് കൺട്രോളായി പോകുന്നത്. ഇപ്പോൾ ഈ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന അമ്മമാർക്ക് ഇപ്പം ഒരു ശ്വാസകോശത്തിൽ ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങളെല്ലാം ഗർഭകാലത്ത് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വേറൊന്നും കൊണ്ടല്ല, ഈ വയറിങ്ങനെ വീർത്തിരിക്കുമ്പോൾ അത് ലങ്ങിലോട്ട് അമർന്നിരിക്കും, ലങ്ങിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള, അപ്പോൾ സെപ്സിസ് വന്നു കഴിഞ്ഞാൽ അണുബാധ എപ്പോഴും മറ്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന സാധ്യത ഗർഭകാലത്ത് കൂടുതലാണ്. പ്രത്യേകിച്ചും കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് ഡാമേജ് വരാനും കിഡ്നി ഫെയിലിയർ വരാനും അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗർഭിണികൾ അണുബാധയൊന്നും വരാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ HMV വൈറസ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്കൊരു ശ്വാസകോശ രോഗമൊക്കെ വരാതിരിക്കാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത് ഗർഭകാലത്ത്. ട്രീറ്റ്മെൻറ്റൊക്കെ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ മാസ്ക് ധരിക്കുക. ഒരു ക്രൗഡിൽ പോകുമ്പോൾ നമ്മൾ പറയും 3C ആണ് പറയുന്നത് നമ്മൾ മാസ്ക് ധരിക്കാനായിട്ട്. നമ്മളൊരു ക്ലോസ്ഡ് സ്പേസിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ AC ഒക്കെ ഇട്ട് ഒരു റൂമിനകത്ത് നമ്മൾ ക്രൗഡിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ് കോണ്ടാക്റ്റ് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചുമയും പനിയുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, ഇപ്പോൾ എവരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു മാസ്ക് ധരിക്കാമെങ്കിൽ നല്ല പ്രൊട്ടക്ഷനാണത്. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ലല്ലോ. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കാൻ പഠിച്ചു. പണ്ടാണെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കുന്ന എന്തോ ഒരു എല്ലാവർക്കും ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും അത് ധരിച്ചതിനുള്ള ഇത് വന്നു. ഇപ്പം നമ്മൾ അണുബാധ വരാതെ നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗർഭകാലത്ത് വേറെ കൂടുതലായിട്ട് വരുന്ന ഒരു അണുബാധയാണ് യൂറിനറി, മൂത്രാശയ രോഗങ്ങൾ. അതിനകത്ത് മരുന്നല്ല വേണ്ടത്, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഹൈഡ്രേഷൻ അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, ധാരാളം വെള്ളം ശരീരത്തിൽ വേണമെന്നുള്ളത് രണ്ടുപേരുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതോടൊപ്പം ഈ അണുബാധ വരാതെ ഇരിക്കും. ഇപ്പോൾ സെപ്സിസാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഒരു പ്രഗ്നൻസി പെട്ടെന്ന് ഹൈ റിസ്ക് ആയി മാറുന്നത്. ഡോക്ടർ, ഇപ്പം ഈ യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ച് സൂചിപ്പിച്ചില്ല. ഈ ഗർഭകാലത്ത് എന്തൊക്കെ കാരണങ്ങളും ഉണ്ടായിരിക്കും യൂറിനറി ഇൻഫെക്ഷൻ? ഗർഭപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിൻ്റെ മൂത്രാശയത്തിൻ്റെ ഇടയിലിരിക്കുന്ന ഒന്ന്. അപ്പോൾ ഈ ഗർഭകാലത്ത് വരുമ്പം ഈ ഗർഭപാത്രം വികസിച്ച് ഇതിലെല്ലാം ഒരു പ്രഷർ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മൂത്രം പുറത്ത് പോവില്ല. അപ്പോൾ ധാരാളം വെള്ളം നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പം ചെറിയ തോതിലാണെങ്കിൽ, പിന്നെ സ്ത്രീയുടെ ഈ യൂറിത്രയ്ക്ക് അല്ലെങ്കിൽ മൂത്രനാളിക്ക് നീളം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട് കൂടുതലാണ്. പിന്നെ അല്ലാതെ ഞാനീ പറഞ്ഞ പ്രതിരോധശേഷി കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അണുബാധ, പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല, ചെറിയ ഒരു അണുബാധ. നമുക്ക് സാധാരണ അല്ലാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് അണുബാധ വന്നാൽ പെട്ടെന്നൊരു പനി, വിറയൽ അങ്ങനെയൊക്കെ വരും. പക്ഷെ ഗർഭകാലത്ത് നമ്മൾ സിംറ്റമാറ്റിക് എന്ന് പറയും, സിംറ്റം ഒന്നും ഇല്ലാതെ തന്നെ ചെറിയ അണുബാധ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി അത് കൂടാൻ സാധ്യതയുണ്ട്. കൂടി അത് കിഡ്നിയൊക്കെ പെട്ടെന്ന്, അത് നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്നത് ശരീരത്തിലോട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളത്. സെപ്സിസും വളരെ പ്രശ്നമുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? രമ്യ എന്നാണ് പേര്. എവിടുന്ന് വിളിക്കുന്നു രമ്യ? തിരുമലയെന്നാണ്. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലീലാമണിയുണ്ട്, സംസാരിക്കാം. ഓക്കെ, പറയും.
ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഈ ഗർഭാവസ്ഥയിൽ വരുന്ന ഈ ഡയബറ്റിസ് അത് പോകാതെ നിൽക്കുവോ? ചിലർക്കെല്ലാം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പറയാം. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഈ ഡയബറ്റീസ് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗർഭകാലത്തുണ്ടാകുന്ന ചില ഹോർമോണുകളുടെ പ്രശ്നങ്ങളാണ്. അപ്പം സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലത്ത് വരുന്ന ഡയബറ്റീസ് പ്രസവം കഴിയുമ്പം തന്നെ പോവാറുണ്ട്. പക്ഷേ ഗർഭകാലത്ത് ഡയബറ്റീസ് വരുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ബോഡിക്ക് ഒരു ഇൻടോളറൻസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗർഭകാലത്ത് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോൾ അത് പുറത്ത് വരുന്നു എന്നുള്ളതാണ് ഗർഭകാലത്ത് മാത്രം വരുന്ന ഡയബറ്റീസ്. ഇപ്പോൾ നേരത്തെ ഒരു ഡയബറ്റീസ് ആണെങ്കിൽ അതിൻ്റെ മരുന്നുകൾ നമ്മൾ തുടർന്നേ പറ്റുള്ളൂ. അത് ഗർഭകാലത്തും വേണം, അത് കഴിഞ്ഞും വേണം. ഗർഭത്തിന് മുമ്പേ ഉള്ള ഡയബറ്റീസ്, ഗർഭകാലത്ത് മാത്രം വരുന്ന ഡയബറ്റീസ് ഉണ്ട്. അത് നല്ലൊരു ശതമാനം ആൾക്കാരിൽ അത് മാറും, ഗർഭകാലത്ത് മാറും. പക്ഷേ അത് പിന്നീട് തിരിച്ചു വരാം. പക്ഷെ അത് തിരിച്ച് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുറച്ച് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് എക്സർസൈസൊക്കെ എടുത്ത് പോയാൽ അത് പിന്നെ തിരിച്ച് വരാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ വരാനൊരു സാധ്യത ഉണ്ട് തന്നെ. ചിലർക്ക്, വളരെ ചുരുക്കം ചിലർക്ക് ഗർഭകാലത്ത് വരുന്നത് മാറാതിരിക്കുക. അത് മിക്കവാറും നേരത്തെ തന്നെ അവർക്ക് ചെറിയൊരു മൈൽഡ് ഡയബറ്റീസ് ഉള്ളവരായിരിക്കും. നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഗർഭകാലത്ത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് അറിയുന്നു, പിന്നെ അത് തുടരുന്നു. അപ്പോൾ അതിലുമെല്ലാം നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് എക്സർസൈസൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. 100% പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തതിനില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴും വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തേലുണ്ടായിരുന്നു, രണ്ടാമത്തേലില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. അപ്പോൾ അത് മിക്കവാറും എന്താണ്, നിങ്ങൾ രണ്ടാമത്തെ പ്രഗ്നൻസിയെ കൂടുതൽ ശ്രദ്ധിച്ച് കാണും. ആദ്യം വന്നതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ഡയറ്റൊക്കെ നോക്കി പോയി കാണും. അപ്പോൾ അതുപോലെ ഒരു നിയന്ത്രണത്തിൽ പോയാൽ ഇനി ചിലപ്പോൾ തിരിച്ച് വരാതെ തന്നെ ഇരിക്കാം. അത്ര ഒരു സീരിയസ് ഡയബറ്റീസ് ആയിരുന്നിരിക്കില്ല നിങ്ങൾക്ക്, കേട്ടോ. അപ്പോൾ ഒരിക്കൽ വന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും സാധ്യത കൂടുതലാണ് അത്. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ മതി. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ കോവിഡിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം നമ്മളൊരു കോവിഡ് ജാഗ്രതാ കാലഘട്ടം അല്ലെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കോവിഡിൻ്റെ പല വേരിയൻസ് ഇങ്ങനെ പലതും ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള അവസ്ഥകൾ, ഇപ്പോൾ കോവിഡിൻ്റെ അവസ്ഥകൾ വന്നിട്ടുള്ള അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അത് ഏത് തരത്തിലായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നൊന്നും പറയാം? അല്ല, അത് കോവിഡിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കോവിഡിൽ നമ്മൾ ശരിക്കും അത് കോമൺ കോൾഡിൻ്റെ വൈറസാണ്. അതിൻ്റെ പല വകഭേദങ്ങളാണെന്നേ ഉള്ളൂ കോവിഡ് വൈറസ്. അതിപ്പോൾ ഗർഭകാലത്ത് ഒരു സീരിയസ് ഇൻഫെക്ഷൻ വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ല മൈൽഡ് കോവിഡ് വന്നു പോവുകയാണെങ്കിൽ അത് നമ്മൾ അറിയ പോലും ഇല്ലല്ലോ. അതൊന്നും നമ്മളെ ബാധിക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യത്തെയും ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നിപ്പം നമുക്ക് ഏത് വൈറസാണ് വരുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലുമാണ് പോകുന്നത്. ഏത് രാജ്യത്ത് എന്ത് അസുഖം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഗർഭിണിക്ക് എന്നും ഒരു കെയർ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, ഈ മാസ്ക് ധരിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് വാക്സിനേഷനുള്ള സാധനങ്ങൾ നമ്മൾ വാക്സിനേറ്റഡ് ആയിട്ടിരിക്കുക. ഗർഭകാലം നോക്കിയിരിക്കേണ്ട, ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാക്സിനേഷൻ എടുക്കാവുന്ന സാധനങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കുക. ഇപ്പം ന്യൂമോകോക്കൽ ന്യൂമോണിയയ്ക്ക് അതിന് വാക്സിനുണ്ട്, ഇൻഫ്ലുവൻസയ്ക്ക് വാക്സിനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാക്സിൻസ് നമുക്ക് എടുക്കാമെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു പരിധി വരെ നമുക്കത് ഇപ്പോൾ ഗർഭകാലത്ത് തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഇൻഫ്ലുവൻസ വാക്സിന്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് വാക്സിൻ്റെ കാര്യം. വാക്സിൻ ഏറ്റവും എളുപ്പം ഈ മാസ്ക് വയ്ക്കുക എന്നുള്ളതാണ്. മാസ്ക് വയ്ക്കുന്നതിന് നമ്മൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഏറിക്കൂടെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കൊരു നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആ സ്പ്രെഡിന് ഒരാൾ നമ്മുടെ മുമ്പ് വന്നൊന്ന് തുമ്മിത്തന്നാൽ മതി നമുക്ക് കിട്ടിയത്, മനസ്സിലായി. അപ്പം നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുമ്പോൾ അത് കിട്ടൂല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡോക്ടർ, ഈ ഗർഭകാലത്ത് തൈറോയിഡ് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? അപ്പോൾ ഡോക്ടർ നേരത്തെ തൈറോയിഡിനെ കുറിച്ച് സൂചിപ്പിച്ചു പോയിരുന്നു. അപ്പോൾ എന്താണ് ഈ തൈറോയിഡ് വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്? എന്തുകൊണ്ടാണ് ഈ തൈറോയിഡിന് ഇത്തരത്തിൽ വേരിയേഷൻസ് വരുന്നത്? കാരണം നമ്മളിപ്പോൾ പല ഇത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ വേരി ചെയ്യുന്നതെന്നൊരു സംശയം ചോദിക്കുക. തൈറോയിഡിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ വേരിയേഷൻസ് വരുന്നത്? എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്? തൈറോയിഡ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള അസുഖമാണ്.
അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വെയിറ്റ് കൂടി വരുന്നവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് തൈറോയിഡാണ് പ്രശ്നം. തൈറോയിഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഒബീസിറ്റിക്ക് കാരണം തൈറോയിഡായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഗർഭകാലത്ത് അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. പിന്നെ നമ്മുടെ അമ്മയുടെ ആരോഗ്യത്തിലാണെങ്കിൽ അവർക്ക് സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ തൈറോയിഡ് നമ്മൾ പിന്നെ സേഫായിട്ട് ഇൻസുലിൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ എടുക്കുന്ന പോലെയാണ് തൈറോയിഡ് കഴിക്കുന്നത്. ഒരു ഗ്രന്ഥിയുടെ പ്രവർത്തനം നമുക്ക് കുറഞ്ഞു കാണുന്നു. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ആവശ്യമുള്ള മരുന്ന് കൊടുക്കുന്നു. തൈറോയിഡ് അങ്ങനെയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി വരുന്നവരുമുണ്ട്. കൂടി വരുന്നവർക്ക് നമ്മൾ ഗർഭകാലത്ത് അത്ര അത്യാവശ്യമെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കുകയുള്ളൂ. ഗർഭകാലത്ത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറച്ച് അപ്പോൾ ആദ്യ മാസങ്ങളിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് മരുന്ന് സാധാരണ കൊടുക്കില്ല, വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഇതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഗർഭകാലത്തുണ്ടാകുന്ന പല ഹോർമോണുകളും നമ്മുടെ ഈ ടെസ്റ്റിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് കറക്റ്റായിരിക്കില്ല നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഫക്റ്റ് കൊണ്ട് നമ്മുടെ തൈറോയിഡ് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ തൈറോയിഡ് ബാധിക്കുന്നത്. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൈറോയിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിനെ, അവരുടെ ബുദ്ധി വികാസത്തെയൊക്കെ ഒരുപാട് ബാധിക്കും. മന്ന ബുദ്ധിയായിട്ട് വരിക, സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ തൈറോയിഡ് ഇത്രയും കാര്യമായിട്ട് പണ്ടൊന്നും ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റ് അല്ല ഇത്. പക്ഷേ പിന്നെ നമ്മൾ ഈ ന്യൂ ബോൺസിനെ സ്ക്രീൻ ചെയ്യുമ്പം പല കുഞ്ഞുങ്ങൾക്കും ഉള്ള പ്രശ്നങ്ങൾ, അവരുടെ വളർച്ചയിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, അവർക്ക് അണുബാധയ്ക്ക് കൂടുതൽ സാധ്യത, ഇതെല്ലാം തൈറോയിഡ് ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് അത് നിയന്ത്രിച്ച് വയ്ക്കുകയും കുഞ്ഞ് ജനിച്ചാലുടനെ കുഞ്ഞിൻ്റെ ന്യൂ ബോൺ സ്ക്രീനിങ്ങിൽ ഒരു ടെസ്റ്റാണ് ഇപ്പോൾ തൈറോയിഡ്. നമ്മളത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന്, അവരുടെ ഗ്രോത്തിന് മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലേ ആയിട്ട് വരും. ഇപ്പോൾ നടക്കാൻ താമസിക്കുക, അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ പല കുഞ്ഞുങ്ങൾക്കും മലബന്ധം ഉണ്ടാകുക, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റത്തിനും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ നിയന്ത്രിച്ച് പോകണം. ഡോക്ടർ, ഈ പ്ലാസൻ്റ എന്താണ് പ്ലാസൻ്റയുടെ ഒരു പ്രാധാന്യം, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെ സങ്കീർണതകളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയാമോ? പ്ലാസൻ്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അതിനെ ഊട്ടി ഉറക്കുന്ന ആളാണ് പ്ലാസൻ്റ. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പ്ലാസൻ്റയുടെ ഇപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പ്ലാസൻ്റ കാണത്തില്ല. ഒരു ഏകദേശം 3 മാസമൊക്കെ ആകുമ്പോഴാണ് പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ പ്ലാസൻ്റ കുഞ്ഞിനെയും അമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമുക്കറിയാമല്ലോ, പൊക്കിൾക്കൊടി. അതിൻ്റെ ഒരറ്റം കുഞ്ഞിലും മറ്റേ അറ്റം പ്ലാസൻ്റയിലുമാണ് ഇരിക്കുന്നത്. ഈ പ്ലാസൻ്റയാണ് കുഞ്ഞിൻ്റെ രക്ത ഓട്ടത്തിന് ഏറ്റവും പ്രധാന ഒരു സോഴ്സായിട്ട് അവിടെ ഇരിക്കുന്നത്, ഒരു റിസർവോയറായിട്ട്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഗർഭിണിയാണ്, 1.5 മാസം. എനിക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ട്. എന്റെ ഹസ്ബൻഡ്, അതായത് കുട്ടിയുടെ അച്ഛന് മുഖത്തും തികത്തൊക്കെ വെള്ള ഉള്ള അസുഖമുള്ള ഒരാളാണ്. അത് 25-26 വയസ്സായപ്പോഴാണ് ആ വെള്ള പണ്ടെന്ന് നമ്മളിപ്പോ പറയാറ്. ഡോക്ടർ പറഞ്ഞ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. മനസ്സിലായി. അപ്പൊ അത് 25 വയസ്സ് തൊട്ടാണ് പുള്ളിക്ക് അതൊരു ഓപ്പറേഷൻ, ഹെരണ്യയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനുശേഷമാണ് എനിക്ക് വരാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ മകൾ ഇപ്പം പ്രഗ്നൻസി ആയതുകൊണ്ട് എനിക്ക് അത് ചെറിയ ഉത്കണ്ഠയുണ്ട്. അത് പേടിക്കേണ്ട. ആർക്കാണ് ഈ അസുഖം ഉള്ളത്? ആർക്കാണ് ഈ അസുഖം? എന്റെ മകള് ആർഷയുടെ അച്ഛൻ, അതായത് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഈ ആശയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഈ വെള്ള വരുമോ എന്നാണ് നിങ്ങൾക്ക് പേടി അല്ലേ? അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമാധാനപ്പെടേണ്ടത് ആശയ്ക്ക് വന്നില്ലല്ലോ എന്നുള്ളതാണ്. ആശ ഈ അച്ഛൻ്റെ മോളല്ലേ, അപ്പോൾ സ്വന്തം മോക്ക് വന്നില്ല. അപ്പം നമ്മൾ അടുത്ത് വരുന്ന ചെറുമോൾക്ക് അല്ലെങ്കിൽ ചെറുമകന് വരുമോയെന്ന് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൽ കുറച്ച് നമ്മൾ ഈ ജനിതകമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വളരെ ചെറിയ ശതമാനമാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അതൊന്നും നമുക്ക് വലിയ സ്റ്റഡീസൊന്നും നടത്തി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സ്കാനിങ്ങിലൊന്നും തെളിയില്ല. അതൊക്കെ ഇതിപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യം തന്നെ പറയുന്നത് കുറച്ച് പ്രായമായിട്ടല്ലേ വന്നിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് വരുമോ എന്നുള്ളത് നമ്മളിപ്പോൾ നമ്മളതിപ്പോൾ ആലോചിക്കുകയേ വേണ്ട കേട്ടോ. ഇപ്പം നിങ്ങൾ സമാധാനപ്പെടേണ്ടത് മോക്കില്ലല്ലോ,
മോക്കില്ലല്ലോ. മോക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ടെൻഷനാവണം. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, എന്നാലും നമുക്കത് കുറച്ചും കൂടെ ഒരു ആൻസൈറ്റി വരും. പക്ഷേ മോൾക്കില്ലാത്തൊരു അസുഖം എൻ്റെ കുഞ്ഞിന് വരുമെന്ന് പറഞ്ഞ് വരാൻ സാധ്യതയേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ പോവുക. അതിന് അല്ലാതെ ട്രീറ്റ്മെൻറ്റോ അത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളോ വളരെ കുറവാണ്. വരില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ പ്ലാസൻ്റയെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഈ പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയെ രണ്ടറ്റത്ത് ബന്ധിച്ചിരിക്കുന്ന ഒന്ന് പ്ലാസൻ്റയിലുണ്ട്. പ്ലാസൻ്റ വളരെ രക്തഓട്ടമുള്ള ഒരു ഓർഗനാണ്. അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന മറുപിള്ള എന്നാണ്. അതൊരു പിള്ളയെ പോലെ തന്നെയാണ് അതിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ ഗർഭകാലത്തെ നല്ലോണം സങ്കീർണമാക്കാറുണ്ട്. പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്ലാസൻ്റ എന്ന് പറയുന്നത് എപ്പോഴും ഗർഭപാത്രത്തിൽ ഇങ്ങനെ പരന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അത് കുഞ്ഞ് പ്രസവം കഴിഞ്ഞാൽ ഉടനെ അത് അതിൻ്റെ പുറകിലേ ഇങ്ങി വരണമെന്നാണ്. അപ്പോൾ ഈ പ്ലാസൻ്റ ഇളകി വരാതിരിക്കുന്ന ചില കണ്ടീഷൻസ്. ഡോക്ടർ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ കൂടി. ഹലോ ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സ്, ആരാണ്? ഞാൻ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കാര്യമായിട്ട്. ഓക്കെ, നമ്മുടെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഗർഭാവസ്ഥയിലെ സങ്കീർണതകളാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയും. ഹലോ. പറയും. ഡോക്ടർ, എനിക്കിപ്പം 2 മാസം കഴിഞ്ഞിട്ടുണ്ടായിട്ട് എനിക്ക് ആദ്യം 4 അബോർഷൻ കഴിഞ്ഞായിരുന്നു. ഓ ശരി, പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മോനുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം മോന് 3 വയസ്സായി. അത് കഴിഞ്ഞിട്ട് ഇപ്പാണ് അടുത്ത പ്രഗ്നൻസി ആയത്. ഓക്കെ. അതിലും മോനുണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഇങ്ങനെ ബ്ലീഡിങ് ആയി പോകുന്നത് കൊണ്ട് ഹെപ്പാരിൻ ഇഞ്ചക്ഷനാണ് ഫുൾ മോനിക്ക് എടുത്തത്. ഇപ്പൊ അന്നേരം വീണ്ടും ഇങ്ങനെ ആയപ്പോ ഡോക്ടർ പറഞ്ഞു ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ദുഫാസ്ട്രോൺ ഗുളിക കഴിക്കുന്നുണ്ട്, ആസ്പിരിൻ കഴിക്കുന്നുണ്ട്. അന്നേരം മാക്സിമം ചോദിച്ചു ഈ ഹെപ്പാരിൻ എടുക്കാതെ പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചതായിരുന്നു. അന്നേരം പറഞ്ഞു അത് ഹെപ്പാരിൻ എടുത്തേ പറ്റത്തുള്ളൂ. പ്ലാസന്റയിൽ എനിക്കിങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആകും, അന്നേരം കുഞ്ഞിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഹെപ്പാരിൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഇനി ഈ 9 മാസം എനിക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരുമോ അതോ ഹെപ്പാരിൻ? അതിന് എനിക്കിപ്പം 100% ആൻസർ ചെയ്യാൻ വയ്യ. നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ ഒരു തീരുമാനമാണത്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് അലസിപ്പോകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഒരു ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അത് പക്ഷേ പ്രഗ്നൻസി ആയിട്ട് ടെസ്റ്റ് ചെയ്താലല്ല, അതിന് മുമ്പ് ചിലപ്പോൾ ആദ്യത്തെ അതാണ്. അപ്പോൾ അതാണെങ്കിൽ മിക്കവാറും ഈ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 ഗർഭം അലസിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ അതേ ഒരു ഇഫക്റ്റ് ഈ ഗർഭത്തിൽ വരണമെന്നില്ല, എന്നാലും നല്ലൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പ്രാവശ്യം അലസിപ്പോവുകയും ഇപ്പം എത്ര വയസ്സുണ്ട്? 35. അപ്പോൾ കുറച്ച് ഏജ് ഉണ്ട്. അപ്പോൾ ഇനിയൊരു ഗർഭം നഷ്ടപ്പെടാതെയാണ് ഡോക്ടർ അത് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ അത് എടുക്കുന്നതിനൊരു ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ APTT ഒക്കെ കൂടുതലാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അതെടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ പ്ലാസൻ്റയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ പ്ലാസൻ്റ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുമ്പോഴതും കുറച്ച് വളരും. നമ്മൾ പ്രസവ സമയത്ത് ഏകദേശം 1/2 കിലോയോളം ഭാരമുള്ള ഒരു സാധനമാണ്. അപ്പം ഈ പ്ലാസൻ്റയിലെ പ്രശ്നങ്ങൾ നമുക്ക് പല സങ്കീർണതകൾ ഗർഭത്തിൽ വരാറുണ്ട്. ഒന്നാമത് നമ്മൾ പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയും. പ്രീവിയ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസൻ്റ ശരിക്കും പിടിക്കേണ്ടത് ഗർഭപാത്രത്തിൻ്റെ മേളിലോട്ടാണ്, താഴോട്ട് അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടുത്തോട്ട് വരാൻ പാടില്ല. ഈ പ്ലാസൻ്റ പ്രീവിയ എന്നുള്ളത് ഈ പ്ലാസൻ്റ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥലം നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഓപ്പണിങ്ങിന് അടുത്തോട്ട് വരും. അങ്ങനെ വരുമ്പോൾ അത് ഗർഭകാലത്ത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ബ്ലീഡിങ് ചിലപ്പം ഗർഭം വളർന്നു വരുമ്പോൾ ഒരു 30-35 ആഴ്ചയൊക്കെ ആകുമ്പോൾ വളരെ സീവിയറായിട്ട് ബ്ലീഡിങ് വന്ന് അത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത. അങ്ങനെ പ്ലാസൻ്റ പ്രീവിയയുടെ ഒരു കാര്യം. പിന്നെ ഉള്ളത് പ്ലാസൻ്റ അബ്രപ്ഷൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ
കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്തു പോകും. അത് മിക്കവാറും ഉണ്ടാകുന്ന നമ്മുടെ ഈ BP കൂടുന്ന അമ്മമാർക്ക്, ഗർഭകാലത്ത് BP ഉള്ള അമ്മമാർക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യത. പിന്നെ നമ്മൾ ആക്സിഡൻ്റൊക്കെ പറ്റുമ്പോൾ വയറിലൊക്കെ പെട്ടെന്നൊരു ഇടിയൊക്കെ കിട്ടുവാണെങ്കിൽ ഈ മറവുള്ള സെപ്പറേറ്റ് ചെയ്ത് പോയത് ഭയങ്കരമായ ബ്ലീഡിങ് ആണ് അത് ഉള്ളിലുണ്ടാക്കുന്നത്. ചിലപ്പോൾ അത് പുറത്തോട്ട് വരില്ല, അകത്ത് തന്നെ നിൽക്കുക. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടം ഉണ്ടാക്കും. പിന്നെ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്ലാസൻ്റ അവിടെ ഒട്ടിപ്പിടിച്ച് പോവുക, ഗർഭപാത്രത്തോട് ചേർന്ന് പോവുക. അത് കൂടുതലും കാണുന്നത് സിസേറിയൻ ഡെലിവറി നടന്നിട്ടുള്ള സ്ത്രീകൾക്കാണ്. സിസേറിയൻ പ്രസവം ഒരിക്കൽ മുമ്പ് നടന്ന ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുറിവുകൾ, സിസേറിയന് ഇപ്പോൾ മുഴയെടുക്കുന്ന മുറിവുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർ വീണ്ടും ഗർഭിണിയാവുമ്പം ഈ പ്ലാസൻ്റ എന്ന് പറയുന്നതും ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലൊരു ചെറിയൊരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു ലെയറുണ്ട്. അതിങ്ങനെ ഇളകിയാണ് ഇങ്ങനെ വരുന്നത്. അത് നേരെ കയറി ഗർഭപാത്രത്തിൽ പിടിക്കും, ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിലോട്ടങ്ങ് ഒട്ടി അങ്ങ് പിടിക്കും. അങ്ങനെ വരുമ്പം കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പ്ലാസൻ്റ ഇളകി വരില്ല. ഇളകി വരാതെ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. പിന്നെ ഉള്ളത് പ്ലാസൻ്റയിലെ രക്തഓട്ടം കുറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൂയിഡ് കൂടുന്ന അവസ്ഥയുണ്ട്, കുറയുന്ന അവസ്ഥയുണ്ട്. ഈ പ്ലാസൻ്റയിലെ രക്തഓട്ടം കുറയുകയാണെങ്കിൽ, പ്ലാസൻ്റ ശരിക്കും അല്ല ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, അത് ഈ പ്രഷറുള്ള ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. പ്ലാസൻ്റയിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്ന രക്തത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാകുക, വളർച്ചക്കുറവുണ്ടാകുക, കുഞ്ഞുങ്ങളകത്ത് കിടന്ന് മരിച്ചു പോവുക, ആവശ്യമായ രക്തം അതിന് കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പ്ലാസൻ്റയിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഗർഭകാലത്ത് ഒരുപാട് സങ്കീർണമാക്കാറുണ്ട്. അപ്പോൾ പ്ലാസൻ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിലെ രക്തഓട്ടം നമുക്കിപ്പം സ്കാനൊക്കെ ചെയ്യുമ്പോൾ ഡോപ്ലർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്ലാസൻ്റയുടെ ആ ഡെഫിഷ്യൻസീസ് ഉണ്ടോ, അതിരിക്കുന്ന പൊസിഷൻ എവിടെയാണ്, അതൊക്കെ നമുക്ക് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പൊസിഷനിൽ. ഇപ്പം ചിലർക്ക് സ്കാൻ ചെയ്യുമ്പോൾ ആദ്യ മാസങ്ങളിൽ പ്ലാസൻ്റ താഴെയാണെന്ന് കാണിക്കും, പക്ഷെ അത് ഗർഭപാത്രം വളരുമ്പോൾ അത് മേളിലോട്ടങ്ങ് പോകും. പക്ഷെ താഴെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രസവത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. പ്രസവ സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യത, ഇതുപോലെ പ്രസവം കഴിഞ്ഞിട്ട് കൂടുതൽ രക്തസ്രാവം, ഇങ്ങനെയുള്ള രക്തസ്രാവത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. ഡോക്ടർ ഇടയ്ക്ക് ഫ്ലൂയിഡിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ ഡോക്ടർ. അപ്പോൾ ഫ്ലൂയിഡ് കൂടുകയും കുറയുകയും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം സാധാരണക്കാർക്ക് ഈ ഫ്ലൂയിഡ് എന്താണെന്നോ അതിൻ്റെ പർപ്പസ് എന്താണെന്നോ അറിയണമെന്നില്ല. അപ്പോൾ എന്താണ് ഈ ഫ്ലൂയിഡ്, അതിൻ്റെ പർപ്പസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്? ഗർഭപാത്രം ശരിക്കും ഒരു ഒരു ബലൂൺ പോലെയാണ്. ബലൂൺ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതൊരു മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫ്ലൂയിഡിലാണ് കുഞ്ഞ് ഓടി നടക്കുകയാണ് ഗർഭപാത്രത്തിനുള്ളിൽ. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ അളവ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു സൂചികയാണ്. അപ്പോൾ നല്ല ഫ്ലൂയിഡ് ഉണ്ടാകുന്നതിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ബേബിയുടെ ഭാഗത്തു നിന്നാണ്. പിന്നെ ഈ പ്ലാസൻ്റയിലെന്ന് വരും, ബോഡിയിലെ അമ്മയുടെ ബോഡിയിലെ ഫ്ലൂയിഡ് വരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു കുറച്ച് 4-5 ലിറ്റർ ഫ്ലൂയിഡിനകത്താണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. അപ്പം ഈ ഫ്ലൂയിഡ് ഒരു ബാഗിലാണെന്ന് പറഞ്ഞില്ല, ആ ബാഗ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് അണുബാധയൊന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബാഗാണ്. നമ്മൾ ആംനിയോട്ടിക് സാക്ക് എന്ന് പറയും അത്. പിന്നെ ഉള്ളത് ഈ ഫ്ലൂയിഡിൻ്റെ അളവ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല പിന്നെ ഷുഗർ കൂടുന്നവർക്ക് ഫ്ലൂയിഡ് കൂടാൻ സാധ്യതയുണ്ട്. അമ്മയ്ക്ക് ഷുഗർ എങ്കിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടെങ്കിൽ, ഇപ്പം ശരിക്കും അന്നനാളത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ ഈയിടെ നമ്മുടെ TV-യിലെല്ലാം ഭയങ്കരമായിട്ട് കേട്ട ഒരു സ്കാനിങ്ങിൻ്റെ ഒരു അലിഗേഷൻ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ആ കുഞ്ഞിൻ്റെ അന്നനാളം കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഫ്ലൂയിഡ് കൂടുതൽ അവിടെ കെട്ടുന്നത്. അത് ഫ്ലൂയിഡ് കുഞ്ഞ് കുടിക്കുകയും ചെയ്യും, അതിൽ നിന്ന് മൂത്രം ഒഴിക്കും. ഇതെല്ലാം വരുന്നത് ഈ ബാഗിനകത്താണ്. കുഞ്ഞിൻ്റെ മൂത്രവും ഈ ഫ്ലൂയിഡും അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഫ്ലൂയിഡും ഈ പ്ലാസൻ്റയിൽ നിന്ന് വരുന്ന അമ്മയുടെ ഫ്ലൂയിഡും, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. കുറഞ്ഞാലും മിക്കവാറും വരുന്നത് കുഞ്ഞിൻ്റെ രക്തഓട്ടം കുറയുക, വളർച്ചക്കുറവ് വരിക, കുഞ്ഞിനെ അകത്ത് കിടന്ന് തന്നെ ജീവൻ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഫ്ലൂയിഡ് കൂടിയാൽ കുഞ്ഞ് കുഞ്ഞിന് വൈകല്യ സാധ്യതയുണ്ട്. കുഞ്ഞ് പ്രായപൂർത്തിയാകാതെ തന്നെ ഈ ഫ്ലൂയിഡ് ബാഗ് പൊട്ടി
ബ്ലാഗിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ട് അണുബാധ ഉണ്ടാകാനും മാസം തികയാതെ പ്രസവം നടക്കാനും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫ്ലൂയിഡ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നു എന്ന് തന്നെയാണ് ഫ്ലൂയിഡ്. ഡോക്ടർ, ഈ ഫ്ലൂയിഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് അപ്പം അമ്മയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ? അമ്മയുടെ സൈഡിൽ നിന്ന് മെയിൻലി ചെയ്യാൻ പറ്റുന്നത് ഈ ഷുഗർ കൺട്രോളാണ്. അത്രയേ ഉള്ളൂ, ഷുഗർ കൺട്രോളാണ്. ഈ ഫ്ലൂയിഡ് പിന്നെ ചിലർ പറയാം അത് ഫ്ലൂയിഡ് കൂടുതലാണ്, അതുകൊണ്ട് ഞാനിനി വെള്ളം കുടിക്കുന്ന കുറയ്ക്കാം. വെള്ളം കുടിക്കുന്ന കുറച്ചിട്ട് ഫ്ലൂയിഡൊന്നും കുറയില്ല. ഫ്ലൂയിഡും കുടിക്കുന്ന വെള്ളമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ഗർഭകാലത്ത് ഈ ഫ്ലൂയിഡിൻ്റെ ലെവൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. 3 മാസമൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് ഫ്ലൂയിഡേ കാണുള്ളൂ. അതൊരു 36 ആഴ്ചയാകുമ്പം 34-36 ആഴ്ചയാകുമ്പോഴാണ് മാക്സിമം ഫ്ലൂയിഡ് ആകുന്നത്. പ്രസവത്തോട് അടുക്കുമ്പോൾ ഫ്ലൂയിഡ് കുറയും. ഫ്ലൂയിഡ് കുറഞ്ഞ് വന്ന് എന്നാലും ഒരു ഓപ്റ്റിമൽ ലെവലിൽ നിൽക്കും. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ എത്ര ഫ്ലൂയിഡ് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്റ്റിമൽ ലെവലിൽ നിൽക്കും. അപ്പോൾ ആദ്യം കുറേശ്ശെ കൂടും, മാക്സിമം എത്തും, പിന്നെ കുറഞ്ഞ് വരും. അപ്പോൾ ഇതെല്ലാം കുഞ്ഞിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഷുഗർ കൺട്രോൾ ചെയ്യുക. ഷുഗർ ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുക. പിന്നെ വലിയ ബേബിയുടെ സൈസ് കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡ് കുറച്ച് കൂടുതൽ. ഫ്ലൂയിഡ് കൂടുന്നത് എല്ലാം കുഴപ്പമില്ല. ഫ്ലൂയിഡ് കുറയുന്നത് ഒരു ലിമിറ്റ് വരെ കുഴപ്പമില്ല. പക്ഷേ ഫ്ലൂയിഡ് ഒരുപാട് കുറഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ 5-6 മാസം ആകുമ്പോഴൊക്കെ ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശ്വാസകോശമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ ഡോക്ടർ, സത്യത്തിൽ ഒരു വലിയ വിഷയമാണ്. നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും പറയാനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സമയം ഏകദേശം ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ ഇനി ബാക്കിയായിരിക്കും എന്ന് ഉറപ്പാണ് ഈ ഒരു വിഷയത്തിൽ. ഏതായാലും 1 മണിക്കൂറിൽ പറയാൻ സാധിക്കുന്ന, പങ്കുവയ്ക്കാൻ സാധിക്കുന്ന പരമാവധി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. നമുക്ക് അതിഥിയായിട്ട് ഉണ്ടായിരുന്നത് ഡോക്ടർ ലീലാമണിയാണ്. യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും കോളേഴ്സിനും താങ്ക് യു.